SFI കേരളത്തെ നശിപ്പിക്കുന്ന മാരക വൈറസാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചെങ്ങന്നൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SFI പിരിച്ചുവിടുന്നതാവും CPM-ന് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ലഹരി പടർത്തുന്നത് SFI-യും SDPI-യുമാണെന്ന് ചെങ്ങന്നൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ കെ സുരേന്ദ്രൻ പറഞ്ഞു. SFI പിരിച്ചുവിടുന്നതാവും CPM-ന് നല്ലത്. ഭരണ സംവിധാനത്തിന്റെ പിന്തുണയോടെയാണ് ലഹരിക്കടത്തെന്നും അദ്ദേഹം ആരോപിച്ചു. SFI കേരള സമൂഹത്തിലെ ഒരു മാരകമായ വൈറസാണ്. കേരളത്തിൽ ലഹരി പടർത്തുന്നത് SFI-യും DYFI-യും SDPI-യുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 4 മയക്കുമരുന്നുകാരെ പിടിച്ചാൽ 2 പേര് SFI-യോ DYFI-യോ 2 പേര് SDPI. അതുകൊണ്ട് SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവകാശവുമില്ല. SFI പിരിച്ചുവിടുന്നതായിരിക്കും CPM-ന്റെ കേരളത്തിലെ ഭാവിക്ക് നല്ലത്. കാരണം അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞത് കേട്ടില്ലേ, പേടിച്ചിട്ട്. പ്രിൻസിപ്പാൾ ഈ മാരകമായ ലഹരി സൂക്ഷിച്ചു വെച്ചതിനെ അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇതിവിടെ എല്ലാ ദിവസവും ഇല്ല. അപ്പോൾ ഭരണ സംവിധാനത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടുകൂടിയാണ് നടക്കുന്നത്. ഈ ലഹരി ക്യാമ്പസുകളിലും പൊതുയിടങ്ങളിലും വ്യാപിക്കുന്നതിന് കാരണം സർക്കാരിൻ്റെ നിസ്സംഗതയാണ്. കളമശ്ശേരി പോളിടെക്നിക്കിലെ പ്രിൻസിപ്പൽ ലഹരി മാഫിയയെ രക്ഷിക്കാൻ നോക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാദങ്ങൾ ബാലിശമാണ്. SFI-യുടെ തിരക്കഥയ്ക്കനുസരിച്ചാണ് പ്രിൻസിപ്പൽ പ്രവർത്തിക്കുന്നത്. കളമശ്ശേരിയിൽ നിന്നും കണ്ടെത്തിയ ലഹരി വസ്തുക്കൾ കുറച്ചു കാണിച്ച് SFI നേതാക്കളെ രക്ഷിക്കാനാണ് പോലീസും ശ്രമിച്ചതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ആരോഗ്യ മേഖലയ്ക്കും ശുചിത്വത്തിനും പ്രാധാന്യം നൽകി ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ് ജനക്ഷേമകരമായ പ്രവർത്തികൾക്കും പശ്ചാത്തല വികസനത്തിനുമായി വിവിധ പദ്ധതികളും ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള കരട് ബഡ്ജറ്റാണ് 2025-26 സാമ്പത്തിക വർഷത്തിൽ വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത് അവതരിപ്പിച്ചത്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന വിശേഷണമുള്ള നമ്മുടെ കേരള സംസ്ഥാനത്തിന് അന്നമൂട്ടുന്ന നെല്ലറ എന്ന പേര് കേട്ട കുട്ടനാട് ഉൾപ്പെടുന്നതാണ് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രകൃതിയാൽ അനുഗ്രഹീതപ്പെട്ട നമ്മുടെ പ്രദേശത്തെ പ്രകൃതിയുടെ മികവ് കൊണ്ടും ശാസ്ത്രത്തിന്റെ മികവും തോട്ടിലിക്കൊണ്ട് വികസനത്തിന്റെ കുതിപ്പിന്റെ പാതയിലൂടെ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭരണസംഘം. കരകരുതുകൊണ്ടും കാർഷിക അഭിവൃദ്ധി കൊണ്ടും ലോകത്തിലെ സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഉന്നതിക്കായി നമ്മുടെ കുട്ടനാട് പ്രദേശം കാർഷിക മുന്നേറ്റത്തിൽ രാജ്യം കരുത്തേക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യം സമസ്ത മേഖലയിലും പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് കുട്ടനാടിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വിവിധങ്ങളായ പദ്ധതികളാണ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സമ്പൂർണ്ണ പുരോഗതി എന്ന ലക്ഷ്യത്തോടെ 2025-26 വർഷത്തെ ധനകാര്യ ബജറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റിൽ ഏറ്റവും അധികം തുക വകയിരുത്തിയിട്ടുള്ളത് ആരോഗ്യ പരിപാലനത്തിനാണ്. എടത്വ, ചെമ്പുംപുറം, ചമ്പക്കുളം CHC-കൾക്ക് ലാബ് റിയേജന്റ്, മരുന്ന് എന്നിവ വാങ്ങുന്നതിനും മാലിന്യ നിർമ്മാർജ്ജനം, ദൈനംദിന ചെലവുകൾ, ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ എന്നിവയ്ക്കുമായി പ്രത്യേകം തുക വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയുടെ പുരോഗതിക്കായി ആകെ 1,26,91,022 രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ഖരമാലിന്യ സംസ്കരണത്തിന് 7 ലക്ഷം രൂപയും ദ്രവമാലിന്യ സംസ്കരണത്തിനും പൊതുശുചിത്വത്തിനുമായി 22,02,500 രൂപയും വകയിരുത്തിയിരിക്കുന്നു. മദ്യം, മയക്കുമരുന്ന് ഇവയ്ക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനും കൗൺസിലിംഗിനുമായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. 71,89,11,853 രൂപ വരവും 71,84,84,779 രൂപ ചെലവും 4,27,074 രൂപ നീക്കിബാക്കിയും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ബജറ്റ് അവതരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി അധ്യക്ഷയായി. BDO സാജുമോൻ പത്രോസ് സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൃഷിക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ലൈഫ് ഭവന പദ്ധതിക്കും പ്രധാന പരിഗണന നൽകി ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ ശനിയാഴ്ച നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസഫ് മുടന്താഞ്ചേരിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. മാലിന്യ നിർമ്മാർജ്ജനം, നാട്ടുതോടുകളുടെ ആഴംകൂട്ടി ശുചിയാക്കൽ, ആരോഗ്യം, ഭിന്നശേഷി, വനിതാ ശിശുക്ഷേമ പദ്ധതികൾ, ഭവന നിർമ്മാണം, കൃഷി, മൃഗസംരക്ഷണം, തെരുവു വിളക്കുകളുടെ പരിപാലനം,
വിദ്യാഭ്യാസം, പഞ്ചായത്ത് ഓഫീസിലും ഘടക സ്ഥാപനങ്ങളിലും സോളാർ സംവിധാനം, റോഡുകൾ തുടങ്ങിയ മേഖലകൾക്ക് ബജറ്റിൽ പ്രധാന പരിഗണന നൽകിയിരിക്കുന്നു. 23,36,19,209 രൂപ വരവും 23,25,16,784 രൂപ ചെലവും 11,02,425 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസഫ് അവതരിപ്പിച്ചത്. നിയമസാധ്യതയുള്ള നികുതികൾ കൃത്യമായി ചുമത്തുന്നതോടൊപ്പം വ്യക്തമായ ആസൂത്രണത്തോടെ ഊർജിതമായ നികുതി പിരിവും നടത്തി പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുകയും വരുമാന വർധനവ് പശ്ചാത്തലമൊരുക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും ചെയ്യുമെന്നുള്ള ഉറപ്പോടെ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബഡ്ജറ്റ് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. കൃഷിക്കും മൃഗസംരക്ഷണത്തിനും ക്ഷീരവികസനത്തിനും മറ്റ് അനുബന്ധ മേഖലകൾക്കുമായി 49,32,720 രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. പൊതുശുചിത്വം, ഖരമാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് വിവിധ പദ്ധതികളിലായി 31,07,994 രൂപയും വകയിരുത്തിയിരിക്കുന്നു. സേവന മേഖലയിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് നിർമ്മാണത്തിനായി 3,27,85,000 രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി അധ്യക്ഷയായി. സെക്രട്ടറി PK അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 4041 നമ്പർ രാമങ്കരി സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ കൂട്ടധർണയുമായി LDF രാമങ്കരി പഞ്ചായത്ത് കമ്മിറ്റി. സഹകരണ സംഘത്തിൽ നടന്ന തട്ടിപ്പ് പുറത്തായ സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം. തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചത് പഞ്ചായത്ത് മെമ്പറും സംഘ ജീവനക്കാരനും ചേർന്നാണെന്ന് ആരോപിച്ച് ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി. സ്വകാര്യ വ്യക്തിയുടെ വസ്തു ഉടമയെ തെറ്റിദ്ധരിപ്പിച്ച് സഹകരണ സംഘം ജീവനക്കാരനും ബോർഡ് മെമ്പറും ചേർന്ന് ഈടുവെച്ച് 4 ലക്ഷം രൂപ കൈക്കലാക്കിയെന്നാണ് ആരോപണം. തുടർന്ന് ജീവനക്കാരനെ 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടാണ് LDF രാമങ്കരി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി CP ബ്രീവൻ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരനെ മാത്രം സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും തട്ടിപ്പിൽ പങ്കാളികളായ മറ്റുള്ളവർക്കെതിരെയും അന്വേഷണവും നടപടിയും വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ ലോൺ എടുത്തതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നിങ്ങൾ നിങ്ങളുടെ ഭരണസമിതിയിലാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിലപാട് പിടിച്ചിട്ടുള്ള ആള്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സാരഥ്യങ്ങളുള്ള ആള്, ഇവരെല്ലാവരും കൂടെ കൂടി ബാങ്കിന്റെ പ്രസിഡന്റ്, ഭരണസമിതി, ഇവരെല്ലാവരും കൂടി തട്ടിപ്പാണ്. ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളിൽ ചോദിക്കുകയാണ്, കരിവന്നൂരിൽ തട്ടിപ്പുണ്ടായ ഉദ്യോഗസ്ഥരല്ല CPM ആണ്, അതൊരു ന്യായമാണ്. രാമങ്കരിയിൽ തട്ടിപ്പുണ്ടാകുന്നു, അത് ഉദ്യോഗസ്ഥരാണ്, ഭരണസമിതിയല്ല. 2 ചട്ടമാണ്. ഈ പൈസ ലോൺ എടുത്തതിന് ശേഷം പ്രതിഷേധ യോഗത്തിൽ NCP നേതാവ് ജിജോ തോമസ് നെല്ലുവേലി അധ്യക്ഷനായി. LDF നേതാക്കളായ അഡ്വക്കേറ്റ് D സലിംകുമാർ, ജോസഫ് K നെല്ലുവേലി, KK ജോസഫ് കരുവേലിത്തറ, ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ ജോബി തോമസ്, PG അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അധികൃതർ ഗാർഹിക കണക്ഷനുകൾ വിച്ഛേദിച്ചു. കുടിവെള്ളം പോലുമില്ലാതെ മാന്നാറിലെ വൈദ്യൻ നഗർ നിവാസികൾ. കുടിവെള്ളം പോലുമില്ലാതെ ദുരിതത്തിലാണ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് പാവുക്കര വൈദ്യൻ നഗറിലെ 30ഓളം കുടുംബങ്ങൾ. പഴയ മീറ്റർ മാറ്റാത്തതിനെ തുടർന്ന് ഗാർഹിക കണക്ഷനുകൾ വിച്ഛേദിച്ചതോടെയാണ് ഈ പ്രദേശത്തെ വീടുകളിൽ വെള്ളം കിട്ടാതായത്. ദൈനംദിന ഉപയോഗത്തിന് പോലും വെള്ളമില്ലാതായതോടെ 1/2 കിലോമീറ്റർ ദൂരെയുള്ള പഞ്ചായത്ത് കിണറ്റിൽ നിന്നാണ് ഇവർ വെള്ളം കോരിയെത്തിക്കുന്നത്. കുടിവെള്ള പദ്ധതി വന്നത് കാരണം നമ്മുടെ പൊതു ടാപ്പ് 4 ടാപ്പ് ഉണ്ടായിരുന്നു വൈദ്യം കോളനിയിൽ. അത് കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വീടുകളിലേക്ക് ഉള്ള വെള്ളം തന്നപ്പോഴത്തേക്ക് ആ ടാപ്പുകൾ മൊത്തം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം നമുക്ക് വെള്ളം കയറി നമ്മുടെ മീറ്റർ ഓടുന്നില്ല എന്നും പറഞ്ഞ് വാട്ടർ അതോറിറ്റിക്കാർ വന്ന് പൈപ്പ് കട്ട് ചെയ്ത് മീറ്റർ മാറ്റി വെക്കണമെന്ന് പറയുന്നു. മീറ്റർ മാറ്റി വെക്കണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഒരു 3000 രൂപയെങ്കിലും ഇല്ലാതെ നമ്മുടെ മീറ്റർ മാറ്റി വെക്കാൻ പറ്റത്തില്ല. മീറ്റർ മാറ്റി വെച്ചാൽ അടുത്ത വെള്ളം വരുമ്പോഴും ഇതുപോലെ ഇത് നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടും ഞങ്ങൾക്ക് ഈ 3000 രൂപ മുടക്കി ചെയ്യാൻ ഞങ്ങളുടെ സാമ്പത്തികം ഞങ്ങളെ അനുവദിക്കുന്നില്ല. കൂടാതെ ഞങ്ങൾക്ക് ഈ വൈദ്യം കോളനിക്ക് ഒരു കിലോമീറ്ററോളം ദൂരം പോകണം. ഒരു പഞ്ചായത്ത് കിണറുണ്ട് വിരിപ്പിൽ ദേവീക്ഷേത്രത്തിന്റെ അടുത്ത്. അവിടുന്ന് ഞങ്ങൾ എല്ലാ ആവശ്യത്തിനും, ഞങ്ങളുടെ ബാത്റൂമിൽ പോകാനായാലും, മുഖം കഴുകാനായാലും, കുടിക്കാനായാലും, തുണി കഴുകാനായാലും, കുളിക്കാനായാലും എന്താവശ്യത്തിനും ഞങ്ങൾ അവിടെ പോയി വെള്ളം കൊണ്ടുവരണം. അതിന് ഞങ്ങളുടെ ആരോഗ്യസ്ഥിതി ഞങ്ങൾക്ക് അതിന് അനുകൂലമല്ല. ഈ പ്രദേശത്തെ എല്ലാ വീടുകളിലും ജലജീവൻ പദ്ധതിയിൽ ഗാർഹിക കണക്ഷനായിരുന്നു ഏതാനും വർഷങ്ങളായി ഉപയോഗിച്ചു വന്നിരുന്നത്. വെള്ളപ്പൊക്ക ബാധിത പ്രദേശമായ ഇവിടെ
കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ മീറ്ററുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതാണ് വെള്ളം കൂടി മുട്ടാൻ കാരണമായത്. ചില മീറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും റീഡിംഗ് എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പുതിയ മീറ്റർ വാങ്ങി സ്ഥാപിക്കുന്നതിന് 3000-ഓളം രൂപ വേണ്ടിവരുമെന്നാണ് വീട്ടുകാർ പറയുന്നത്. കൂലിവേലയും കൃഷിയും ഉപജീവന മാർഗമായിട്ടുള്ള നിർധന കുടുംബത്തിലെ അംഗങ്ങളായിട്ടുള്ള പ്രദേശവാസികൾ മീറ്റർ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള സാമ്പത്തിക സ്ഥിതിയിലുള്ളവരല്ല. 2-3 വീട്ടുകാർ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് സഹിക്കാൻ കഴിയാതെ പുതിയ മീറ്റർ വാങ്ങി കണക്ഷൻ പുനഃസ്ഥാപിക്കുകയുണ്ടായി. മീറ്ററുകൾ പുതിയത് സ്ഥാപിച്ചാലും വീണ്ടും വെള്ളപ്പൊക്കം എത്തുമ്പോൾ ഇതുതന്നെയാവും അവസ്ഥയെന്നാണ് ഓരോ വീട്ടുകാരും പറയുന്നത്. ജലജീവൻ പദ്ധതിയിൽ പ്രദേശത്തെ വീടുകൾ മുഴുവൻ ഉപഭോക്താക്കളായതോടെ ഉണ്ടായിരുന്ന 4 പൊതുടാപ്പുകളും അധികൃതർ മുറിച്ചു മാറ്റി. പൊതുടാപ്പുകൾ ഇല്ലാതായതോടെയാണ് പ്രദേശവാസികൾ കൂടുതൽ ദുരിതത്തിലായത്. പൊതുടാപ്പുകൾ പുനഃസ്ഥാപിച്ച് വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കോട്ടയം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തുടക്കം. അനശ്വര തിയേറ്ററിൽ ആരംഭിച്ച മേളയ്ക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA തിരിതെളിയിച്ചു. മേളയുടെ ഫെസ്റ്റിവൽ ബുക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് നൽകി പ്രകാശനം ചെയ്തു. കോട്ടയം നഗരസഭ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷയായിരുന്നു. കേരള ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ കോട്ടയം ഫിലിം സൊസൈറ്റിയാണ് 5 ദിവസം നീളുന്ന ചലച്ചിത്രോത്സവം നടത്തുന്നത്. സംവിധായകരായ ജയരാജ്, ലിജോ ജോസ് പെല്ലിശ്ശേരി, മിഥുൻ മുരളി, JNK ചെറിയാൻ, പ്രദീപ് നായർ, നടി മീനാക്ഷി അനൂപ്, ഛായാഗ്രാഹകൻ മധു നീലകണ്ഠൻ, KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ഡയറക്ടർ ജിജോയ് രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചിത്രമായി 5 ഓസ്കാർ പുരസ്കാരങ്ങൾ നേടിയ അമേരിക്കൻ ചലച്ചിത്രം അനോറ പ്രദർശിപ്പിച്ചു. മാർച്ച് 18-ന് സമാപിക്കുന്ന മേളയിൽ 25 സിനിമകൾ പ്രദർശിപ്പിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം ലഭിക്കുന്നതിനായി കുട്ടനാട് മണ്ഡലത്തിൽ നിന്നും ജനുവരി 31 വരെ അപേക്ഷ സമർപ്പിച്ച 4316 പേരിൽ അർഹതയുള്ളവരെ കണ്ടെത്തി പണം അനുവദിച്ചതായി തോമസ് കെ തോമസ് MLA അറിയിച്ചു. 4,75,00,000 രൂപയാണ് അർഹരായവർക്ക് അനുവദിച്ചിട്ടുള്ളത്. പ്രകൃതി ദുരന്തങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന അർഹരായ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും അല്ലെങ്കിൽ അപകടങ്ങൾ മൂലം ബന്ധുക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടവർക്കോ ഗുരുതരമായ രോഗങ്ങളുള്ളവർക്കുള്ള വൈദ്യ ചികിത്സയ്ക്കോ ആശ്വാസം നൽകുന്നതിനുള്ള സഹായ പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട്. അപേക്ഷിക്കുവാനുള്ള അർഹതയും മറ്റും അറിയുന്നതിനും അപേക്ഷിക്കുന്നതിനുമായി MLA ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണെന്നും പരമാവധി ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും തോമസ് കെ തോമസ് MLA അറിയിച്ചു. ഇന്നലകളിൽ ഇന്ന് ഇന്നേ തീയതിയിൽ കഴിഞ്ഞ കാലത്തിന്റെ നാൾ വഴികളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം. ഇന്നലകളിൽ ഇന്ന്. മാർച്ച് 15 കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന KSRTC സ്ഥാപിതമായിട്ട് ഇന്നേക്ക് 60 വർഷം. തിരുവിതാംകൂറിലെ അവസാന രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന പേരിൽ ആദ്യത്തെ സർക്കാർ ബസ് കമ്പനി തുടങ്ങുന്നിടത്തു നിന്നാണ് ചരിത്രം ആരംഭിക്കുന്നത്. അന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കോമറ്റ് ഷാസിയിൽ പെർക്കിൻസ് ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ച 60 ബസ്സുകളായിരുന്നു ആദ്യത്തെ ബസ്സുകളുടെ ശ്രേണി. 1938 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് സംസ്ഥാന മോട്ടോർ സർവീസ് ഉദ്ഘാടനം ചെയ്തു. പിന്നീട് 1950 റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിയമം നിലവിൽ വന്നതിനെ തുടർന്ന് 1965 കേരള സർക്കാർ KSRTC നിയമങ്ങൾ നിർമ്മിച്ചു. അങ്ങനെ സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 1965 മാർച്ച് 15-ന് സ്ഥാപിതമായി. അന്നു തൊട്ട് ഇന്നോളമുള്ള സർക്കാർ ബസിന്റെ യാത്രയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ എത്രയോ ഉണ്ടായി. ഓർഡിനറി മുതൽ ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റും സൂപ്പർ ഡീലക്സും ലോ ഫ്ലോറും തുടങ്ങി AC വോൾവോയിലും സ്കാനിയ എയർബസിലും വരെ എത്തി ഗജവീരന്റെ തലയെടുപ്പോടെ ജൈത്രയാത്ര തുടരുകയാണ് നമ്മുടെ സ്വന്തം ആനവണ്ടി. ലഹരി ഉപയോഗത്തിനും ഹിംസാത്മക പ്രവർത്തനങ്ങൾക്കുമെതിരെ DYFI രാമങ്കരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന റാലി സംഘടിപ്പിച്ചു. വേണ്ട ഹിംസയും ലഹരിയും എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു റാലി. CPIM രാമങ്കരി ലോക്കൽ കമ്മിറ്റി ഓഫീസിന് സമീപത്തു നിന്നും ആരംഭിച്ച റാലി രാമങ്കരി ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം CPIM ഏരിയ സെക്രട്ടറി CP ബ്രീവൻ ഉദ്ഘാടനം ചെയ്തു. നടത്തിയ ഫെയർവെൽ പ്രോഗ്രാമിന് ശേഷം പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ട് പൊതുമധ്യത്തിൽ
ആക്രോശിച്ചുകൊണ്ട് മർദ്ദിക്കുകയാണ് ഒരു കുട്ടിയെ. അവൻ മരണപ്പെട്ടു ഉറപ്പുവരുത്തുകയാണ്. ഇതെല്ലാം ഈ ലഹരിയുടെ പ്രതിഫലനമാണ്. സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് കെ പ്രദീപ് കുമാർ അധ്യക്ഷനായി. CPIM രാമഗിരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി D സലീം കുമാർ, ജോബി തോമസ്, അഖിൽ പ്രസാദ് എന്നിവർ സംസാരിച്ചു. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ 14 ജില്ലാ ആസ്ഥാനങ്ങൾക്ക് മുൻപിലും ലഹരി മാഫിയയ്ക്കെതിരെ ജനകീയ പ്രതിരോധം എന്ന പേരിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കും. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ തിങ്കളാഴ്ച രാവിലെ 10 നടത്തുന്ന പ്രതിഷേധ ധർണ മുൻ MP ഡോക്ടർ KS മനോജ് ഉദ്ഘാടനം ചെയ്യും. ധർണയിൽ മത, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്ത് സംസാരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന ഈ സമരം ഒരു സൂചന മാത്രമാണെന്നും മയക്കുമരുന്ന് മാഫിയയെ ഉന്മൂലനം ചെയ്യുന്നതുവരെ തൃണമൂൽ കോൺഗ്രസ് സമരമുഖത്തുണ്ടാവുമെന്നും നേതാക്കൾ പറഞ്ഞു. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി മാഫിയയ്ക്കെതിരെ പിണറായി സർക്കാരിൻ്റെ നിസ്സംഗതയ്ക്കെതിരെ ഒരു ധർണ തിങ്കളാഴ്ച സംസ്ഥാന വ്യാപകമായി എല്ലാ കളക്ടറേറ്റിന് മുമ്പിലും സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടത്തുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ കളക്ടറേറ്റിന് മുമ്പിൽ ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഒരു ധർണ നടത്തുന്നുണ്ട്. ഉദ്ഘാടനം നമ്മുടെ ആലപ്പുഴ മുൻ MP KS മനോജാണ്, ഡോക്ടർ KS മനോജാണ്. മുഖ്യപ്രഭാഷണം സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. മേലധ്യക്ഷന്മാർ വരുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ സംസ്ഥാന നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളത്തിൻ്റെ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ LDF സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന കോർഡിനേറ്റർ സിജാർ സ്നേഹസാന്ദ്രം, ജില്ലാ ചീഫ് കോർഡിനേറ്റർ ആതിര മേനോൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് PP ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. പരുമല ഇന്റർനാഷണൽ ക്യാൻസർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ഡോക്ടർമാരുടെ കോൺഫറൻസ് ഞായറാഴ്ച നടക്കും. ഓങ്കോ ഇൻസൈറ്റ് 2.0 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന കോൺഫറൻസിൽ സ്നേഹസ്പർശം പുരസ്കാരദാനവും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്യാൻസർ ചികിത്സയിലെ നൂതന സാങ്കേതിക വിദ്യകളും ചികിത്സാ രീതികളും ചർച്ച ചെയ്യുന്ന കോൺഫറൻസ് ഡോക്ടർമാർക്ക് തങ്ങളുടെ അറിവ് പങ്കുവയ്ക്കാനും പുതിയ വിവരങ്ങൾ പഠിക്കാനുമുള്ള ഒരു വേദിയായിരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ സാന്നിധ്യത്തിൽ റാന്നി MLA പ്രമോദ് നാരായണൻ ഉദ്ഘാടനം നിർവഹിക്കും. അപ്പൊ ലിവറിന്റെ ക്യാൻസർ നമ്മൾ നോക്കുമ്പോൾ സിറോസിസ് ഭയങ്കരമായിട്ട് കൂടി വരികയാണല്ലോ. അതെ, നോൺ ആൽക്കോളിക് ആയിട്ടുള്ള ആൽക്കോഹോൾ തന്നെയല്ല, നോൺ ആൽക്കോളിക് സിറോസിസ് ഉണ്ട്. അത് ഡയബറ്റീസ് ഉണ്ടല്ലോ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇതും ഫാറ്റി ലിവർ ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഒരു 70-80% ആൾക്കാരിലും ഫാറ്റി ലിവർ ഉണ്ട്. അത് അടുത്ത സ്റ്റേജസ് ആയിട്ട് പോയി ഡയബറ്റീസ് ഉണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ട്. ഇതെല്ലാം ക്യുമുലേറ്റീവ് ഇതാണ് സിറോസിസ് ഒരു കാരണം. ജീവിതശൈലി രോഗങ്ങളുള്ളതാണല്ലോ അത്. അപ്പൊ അത് എല്ലാം ക്യുമുലേറ്റീവ് ആയിട്ട് വന്നിട്ടാണ് ഈ സിറോസിസിലേക്ക് എത്തുന്നത്. സിറോസിസ് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് അതിന്റെ അത് ബാക്ക്ഗ്രൗണ്ടിലാണ് മിക്കവാറും ഈ ലിവർ ക്യാൻസേഴ്സ് പിന്നെയും വരുന്നത്. അതിന് നമ്മൾ സ്ക്രീനിങ്ങുകളുണ്ട്. അതിനെപ്പറ്റി എല്ലാം നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ സിറോസിസ് ഉള്ളവർ നിർബന്ധമായിട്ട് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. AFP എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റുകൾ 6 മാസം കൂടുമ്പോൾ ചെയ്യണം. അൾട്രാസൗണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഈ ട്യൂമർ വളരെ ഏർലി ആണെങ്കിൽ നമുക്കത് ഇന്റർവെൻഷണൽ റേഡിയോളജി നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ട്യൂമർ നമുക്ക് ചുരുക്കി കളയാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. ചടങ്ങിൽ ക്യാൻസറിനെതിരായ പോരാട്ടത്തിൽ അചഞ്ചലമായ മനോവീര്യം പ്രകടിപ്പിച്ച നടി മമത മോഹൻദാസിന് സ്നേഹസ്പർശം പുരസ്കാരം സമ്മാനിക്കും. ക്യാൻസർ ചികിത്സാ രംഗത്തെ വിദഗ്ധരായ ഡോക്ടർ BP ഗംഗാധരൻ, ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ, ഡോക്ടർ മോനി എബ്രഹാം കുര്യാക്കോസ്, ഡോക്ടർ ശ്രീജിത്ത് G നായർ എന്നിവരും ഇന്ത്യയിലെ പ്രശസ്തരായ 40-ലധികം ക്യാൻസർ സ്പെഷ്യലിസ്റ്റുകളും സർജന്മാരും പങ്കെടുക്കും. പരിപാടികൾ വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആശുപത്രി CEO ഫാദർ MC പൗലോസ്, ഡോക്ടർ ആൻഡോ ബേബി, ഫാദർ ബിജു വർഗീസ്, ഡോക്ടർ മാത്യു ജോസ്, ഡോക്ടർ ടിനു ലൂക്കോസ് എന്നിവർ പങ്കെടുത്തു. കൈനഗരി കുട്ടമംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ പഠനോത്സവം പരിപാടി സംഘടിപ്പിച്ചു. 2024-25 അധ്യയന വർഷം നടന്ന ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ കുട്ടികൾ പൊതുവേദിയിൽ അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. നാടൻപാട്ടിന്റെ ദൃശ്യാവിഷ്കാരവും വഞ്ചിപ്പാട്ടിന്റെ അവതരണവും കാണികളെ ഏറെ ആകർഷിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും കഴിഞ്ഞ ഒരു വർഷം ക്ലാസ് റൂമിൽ നടത്തിയ പഠന മികവുകളാണ് രംഗത്ത് അവതരിപ്പിച്ചത്.
കുട്ടിയും അമ്മയും റൊട്ടി എന്നീ കവിതകൾ കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചത് കയ്യടി നേടി. സമയവുമായി ബന്ധപ്പെട്ടുള്ള സ്കിറ്റ്, റോഡ് സുരക്ഷ ബോധ്യപ്പെടുത്തുന്ന റോൾ പ്ലേ എന്നിവയും മികച്ച നിലവാരം പുലർത്തി. ഹെഡ്മാസ്റ്റർ എ മണികണ്ഠൻ, അധ്യാപകരായ സ്നുഷ KS, ടിൻഡുമോൾ TM, ആഷാമോൾ, ഹരിത, നിഷ, രാധിക, PTA പ്രസിഡന്റ് BK വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 8,220 രൂപ, പവന് 65,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SFI കേരളത്തെ നശിപ്പിക്കുന്ന മാരക വൈറസാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഭരണ സംവിധാനത്തിന്റെ പിന്തുണയോടെയാണ് ലഹരിക്കടത്തെന്നും ആരോപണം. ആരോഗ്യ മേഖലയ്ക്കും ശുചിത്വത്തിനും പ്രാധാന്യം നൽകി ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. കൃഷിക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഭവന പദ്ധതിക്കും പ്രധാന പരിഗണന നൽകി ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. രാമങ്കരി 4041 നമ്പർ സർവീസ് സഹകരണ ബാങ്കിന് മുമ്പിൽ കൂട്ടധർണയുമായി LDF രാമങ്കരി പഞ്ചായത്ത് കമ്മിറ്റി. സഹകരണ സംഘത്തിലെ തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ഉദ്യോഗസ്ഥനൊപ്പം ആരോപണ വിധേയരായവർക്കെതിരെ നടപടി വേണമെന്നും നേതാക്കൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.